രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കൊടുത്ത അതിജീവിതയുടെ പരാതി തള്ളി. രാഹുൽ മാങ്കൂട്ടം ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു എന്നാണ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഹാജരായ മനു കല്ലമ്പള്ളി പറഞ്ഞത്. അതിജീവിതയെ ഫോണിൽ വിളിച്ചു എന്ന് അത് തീർച്ചയായിട്ടും ജാമ്യവ്യവസ്ഥയ്ക്ക് എതിരായ ഒരു സംഭവം തന്നെയാണ് എന്നാണ് കോടതി വാദിച്ചത്. എന്നാൽ ശാസ്തംകുളം അജിത് കുമാറാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി പറഞ്ഞത് അറിയാതെ അബദ്ധത്തിൽ ഒരു കോള് പോയി, അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. നമുക്കൊക്കെ അത് സാധാരണ പറ്റുന്നതല്ലേ. പലപ്പോഴും നമുക്ക് ഒരാളെ വിളിക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ആളുടെ നമ്പറിലേക്ക് ചിലപ്പം കോള് പോയെന്ന് വരും. അത് തന്നെയല്ല, ചില സമയത്ത് അറിയാതെ സ്ക്രീനിൽ കൈ തട്ടുമ്പം ചില കോളുകൾ പോവും, ആൾക്കാരെ തെറ്റി വിളിക്കും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം. കാരണം താൻ അവരുടെ അമ്മയുടെ മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇനി ആ കോള് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് കരുതി. അതുകൊണ്ട് അദ്ദേഹം അതിന് ശ്രമിച്ചപ്പോൾ അറിയാതെ ഒരു കോള് പോയി. അപ്പോൾ തന്നെ അത് ഡിസ്കണക്റ്റായി. അവർ കോൾ എടുത്തിട്ടില്ല, അവർ റിങ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. കോളെണ്ണം പോയി. അത് കോടതിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പറഞ്ഞു അങ്ങനെ സംഭവിച്ചു. അത് അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ കോടതി നോക്കി, സംസാരിച്ചിട്ടുള്ള ഒരു കോള് പോയി. ഒരു സെക്കൻഡ്, രണ്ടോ സെക്കൻഡ് ആ കോൾ അവിടെ ചെന്ന് അപ്പം തന്നെ ഡിസ്കണക്റ്റായി. അതിനെ തുടർന്ന് അവരുടെ നമ്പർ രാഹുൽ മാങ്കൂട്ടം ബ്ലോക്ക് ചെയ്തു. ആ ബ്ലോക്ക് ചെയ്യാൻ കാരണം അമ്മയുടെ ചില മെസ്സേജ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അബദ്ധത്തിൽ ഒരു കോള് പോയി. കോടതിക്ക് ആ കാര്യങ്ങൾ മനസ്സിലായി. പ്രോസിക്യൂട്ടർ പറഞ്ഞ വാദഗതികളൊന്നും കോടതി അംഗീകരിച്ചില്ല. ആ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്നുള്ള അപേക്ഷ തള്ളുകയും ചെയ്തു. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് ഫെനി നൈനാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിജീവിതയുടെ അമ്മ ആ മെസ്സേജ് ഇടാറുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് പറയുന്നുണ്ട്. എത്രത്തോളം ശരിയെന്ന് നമുക്കറിയില്ലെങ്കിലും അത് കള്ളമാണെന്ന് തോന്നുന്നില്ല. കാരണം ഫെനി നൈനാൻ അങ്ങനെ പറയാൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. ഏതെങ്കിലും സമയത്ത് അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ടോ, അവർക്ക് രാഹുൽ മാങ്കൂട്ടമായിട്ട് സംസാരിച്ച പ്രശ്നം തീർപ്പാക്കാനാണോ എന്തോ നമുക്കറിയില്ല. അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടീവ്, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയാനൊരു ആഗ്രഹം രാഹുൽ മാങ്കൂട്ടത്തിനും അല്ലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പം ഇനി ഫെനി നൈനാന് ആ കാര്യം പറയുകയും ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. എന്തായാലും കേസിൻ്റെ നാൾവഴികളൊക്കെ സഞ്ചരിച്ച് കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം കൃത്യമായിട്ട് 3 കേസിനകത്തും അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരാകുന്നുണ്ട്, വിളിക്കുന്ന ഏത് സമയത്തും ഹാജരാകുന്നുണ്ട്. അതേസമയത്ത് ഇത്തവണ അദ്ദേഹത്തിന് അസംബ്ലി മത്സരിക്കാനുള്ള സീറ്റ് കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം എടുത്തു കളഞ്ഞു. ഏതായാലും പാലക്കാട് ഇപ്പം രമേശ് പിഷാരടി ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് കോൺഗ്രസിൻ്റെ MLA ആയിട്ട് മത്സരിക്കുകയാണ്. രമേശ് പിഷാരടി നല്ല കഴിവുള്ള വ്യക്തി തന്നെയാണ്. വളരെ സൗഹാർദ്ദപരമായി എല്ലാവരോടും സംസാരിക്കാൻ അറിയാം, അല്പം നർമ്മം ചേർത്ത് സംസാരിക്കാനും അറിയാം. ആൾക്കാർക്ക് വെറുപ്പുണ്ടാവില്ല, എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനസ്ഥിതിയാണ് അദ്ദേഹത്തിനുള്ളത്. ആ മനോഭാവം നല്ലത് തന്നെ. ഏകദേശം രാഹുൽ മാങ്കൂട്ടം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഏതായാലും രമേശ് പിഷാരടിക്ക് അനുകൂലമായി അവിടെ പ്രവർത്തിക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുമോ ഇല്ലെന്ന് അറിയില്ല. കാരണം കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് അതുകൊണ്ട് തടസ്സമില്ല അവിടെ പോയി അവിടെ പ്രവർത്തിക്കുന്നതിനും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ പിഷാരടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും നിയമപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ അല്ല സംഘടനാപരമായ ഒരു പ്രശ്നമില്ല എന്നെനിക്ക് തോന്നുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അത് എങ്ങനെയാണ്, അത് അവിടെ പ്രവർത്തിക്കാൻ പോകുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഏതായാലും നല്ലൊരു കാൻഡിഡേറ്റാണ് പാലക്കാട് ഇപ്പം മത്സരിക്കുന്നത്. അവിടെ ഷാഫി പറമ്പിൽ ജയിച്ച സ്ഥലങ്ങളാണ്, രാഹുൽ മാങ്കൂട്ടം ജയിച്ച സ്ഥലമാണ്. അതുകൊണ്ട് രമേശ് പിഷാരടിക്ക് അവിടെ ജയിച്ചു കയറുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ രണ്ടുപേരുടെ സ്വഭാവവും ക്യാരക്ടറും അവരുടെ പ്രവർത്തന രീതിയൊക്കെ തന്നെയാണ് പിഷാരടിയും അവിടെ കാണിക്കുന്നത്. അദ്ദേഹം പൊതുവെ സൗമ്യനായ വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ചാനലിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും എല്ലാ രംഗങ്ങളും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവത്തോടു തന്നെയാണ്. ജീവിതത്തിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് ജയിച്ചു കയറി വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പോയി പ്രവർത്തിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അത് പാർട്ടി അത് സ്വീകരിക്കുമോ ഇല്ലയോ അതും ഒരു പ്രശ്നമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള ശ്രമം പാഴായി. അത് സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് ലീഡർ, അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അതിശക്തമായി കോടതി അത് വാദിച്ചെങ്കിലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അതിനകത്ത് കഴമ്പില്ല എന്ന് പറഞ്ഞ് അത് തള്ളുകയും ചെയ്തു. ഏതായാലും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകണം. കാരണം 3 കേസിലും ബെയിൽ കണ്ടീഷനിലാണ്, ചില വ്യവസ്ഥകളുണ്ട്. അതൊക്കെ അനുസരിക്കാനും ബാധ്യസ്ഥനാണ് അദ്ദേഹം. അതൊക്കെ അനുസരിക്കുന്ന വ്യക്തിയാണ്. കോടതിക്കെതിരായിട്ടൊന്നും ഒരു ഇഞ്ച് പോലും ചലിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അത് ബ്ലോക്ക് ചെയ്ത് ഭാഗ്യമായി, നന്നായി. കാരണം ഇനി അങ്ങനെ ഒരു കോള് പോവില്ലല്ലോ. ഏതായാലും ചെറിയൊരു കാര്യത്തിന് പ്രോസിക്യൂഷന് ജാമ്യം ക്യാൻസൽ ചെയ്യാൻ പോയത് ശരിയായില്ല. കാരണം ഒരിക്കലും ഒരു ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ജാമ്യം ക്യാൻസൽ ചെയ്യാനായിട്ട് ഇന്ത്യൻ കോടതികളൊക്കെ വളരെ അപൂർവമായിട്ട് അതിന് തയ്യാറാവുകയുള്ളൂ. കാരണം അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കണം, വയലേഷൻ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ മൈനറായ കാര്യങ്ങളാണ്. അതിന് അവർക്ക് തന്നെ അറിയാം, പ്രോസിക്യൂട്ടർക്ക് തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ആ പെൺകുട്ടി കൊടുത്തപ്പോൾ അത് ഒരു മിസ് കോൾ ആണ്, അല്ലെങ്കിൽ ഒരു കോൾ വന്ന് അപ്പം തന്നെ അത് ഡെഡായിപ്പോയി. കാരണം എന്നിട്ടത് ബ്ലോക്ക് ചെയ്തു. ഈ വിവരങ്ങളൊക്കെ അറിയാം അവർക്ക്. എന്നിട്ടും ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയത് രാഷ്ട്രീയ വിരോധം കൊണ്ട് തന്നെ ആണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള വ്യക്തിവിരോധം കൊണ്ട് തന്നെയാണ് ബെയിൽ ക്യാൻസൽ ചെയ്യാൻ മൂവ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്.